ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം അത് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിൻ്റെ 1 വാക്യം തുടങ്ങുന്നത് അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് അവിടെ ആ ഒരു ഭാഗം തുടങ്ങുന്നത്. ആ തുടങ്ങിയ ഭാഗത്ത് ദൈവം പറയുന്നു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. വളരെ അതിമഹത്തായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് അവിടെ ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഭാഗത്ത് ദൈവം അബ്രഹാമിന് 5ാമത്തെ പ്രാവശ്യമാണ് പ്രത്യക്ഷനാകുന്നത് എന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് അബ്രഹാമിനോട് ദൈവം പുറപ്പെടുവാനായിട്ട് പറയുന്നു. ദൈവം കാണിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ പറയുന്നു. പക്ഷേ അബ്രഹാം തൻ്റെ അപ്പനെയെല്ലാം കൂട്ടിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നത്. സഹോദരപുത്രനായ ലോത്തൊക്കെ ഉണ്ട്. നമുക്ക് കഥകളൊക്കെ അറിയാം. അവർ അങ്ങനെ ഒരുമിച്ച് പുറപ്പെട്ടു പോരുന്നതായിരിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് ആ സമയങ്ങളിൽ പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. ഏകദേശം 5 വർഷത്തോളം കഴിഞ്ഞ് തേരഹ് മരിച്ചതിന് ശേഷം, അബ്രഹാമിൻ്റെ അപ്പനായിരിക്കുന്ന തേരഹ് മരിച്ചതിന് ശേഷമാണ് ദൈവം അവിടെ വീണ്ടും സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ 2ാമത് ദൈവം അവിടെ സംസാരിക്കുന്നു. 3ാമത് നമ്മൾ കണ്ടു കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം സംസാരിച്ചത് വാഗ്ദത്ത ദേശമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നതായിരിക്കുന്ന ദേശത്തേക്ക് എത്തി അവിടെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കനാൻ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. ദൈവം പറഞ്ഞതായിരിക്കുന്ന ദേശത്തെത്തി, പക്ഷേ അവിടെ ഒരു ക്ഷാമമുണ്ടായി. അങ്ങനെ അബ്രഹാം ഈജിപ്തിലേക്ക് പോകുന്നതായിട്ട്, മിസ്രൈമിലേക്ക് പോയതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഒത്തിരി കഷ്ടങ്ങൾ തൻ്റെ ജീവിതത്തിനകത്ത് വന്നു. സാറ തൻ്റെ പെങ്ങളാണെന്നെല്ലാം പറയുകയും അതിൻ്റെ വലിയ കോൺസിക്വൻസസ് എല്ലാം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ തിരിച്ച് വീണ്ടും അബ്രഹാം കനാൻ ദേശത്തേക്ക് മടങ്ങി വരികയും അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോത്തുമായിട്ട് വേർപിരിയുന്നതായിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ഈ ലോത്ത് എന്ന് പറയുന്നത് ദൈവിക പദ്ധതിക്കകത്ത് ദൈവം വിളിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ഈ ലോത്ത്. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ കൂട്ടത്തിൽ ലോത്ത് വന്നു. പക്ഷേ ഈ ലോത്തും അബ്രഹാമും വേർതിരിഞ്ഞതിന് ശേഷമാണ് അടുത്ത ലെവല് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്ക് 4ാമത് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം ആ ലോത്തിനെ രക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു സംഭവം. അവിടെ ആ ലോത്തിനെ കുറേ രാജാക്കന്മാരെ അവൻ്റെ സമ്പത്ത് എല്ലാം കൂടെ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇതറിയുന്നതായിരിക്കുന്ന അബ്രഹാം 318 അഭ്യാസികളെയും കൊണ്ട് പോയി അവിടെ രാജാക്കന്മാരോട് യുദ്ധം നടത്തി ജയിച്ച് മടങ്ങി വരുന്നത് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സോദോം രാജാവ്, അതിനു മുമ്പ് മൽക്കിസദേക്ക് തന്നെ എതിരേറ്റ് വരുന്നതായിട്ടും അതിനുശേഷം സോദോം രാജാവ് എതിരേറ്റ് വരുന്നു. എന്നിട്ട് സോദോം രാജാവ് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ ആളുകളെ എനിക്ക് തരിക, എൻ്റെ സമ്പത്തൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവിടെ അബ്രഹാമിനൊരു ടെംപ്റ്റേഷൻ കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അവിടെ അബ്രഹാം പറയുന്നതായിരിക്കുന്ന കാര്യം, നീ എന്നെ, സോദോം രാജാവിനോട് പറയുകയാണ്, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ നിൻ്റെ ഒരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, നിനക്കുള്ളതൊന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞ് വിശ്വാസം, അത് അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിച്ച അബ്രഹാമിനോടാണ് 15 അധ്യായത്തിലെ ദൈവം ഇങ്ങനെ പ്രത്യക്ഷനായി സംസാരിക്കുന്നത്. അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷനെല്ലാം മുഴക്കി അബ്രഹാം ആ രാജാവ്, സോദോം രാജാവിൻ്റെ മുമ്പിൽ ആ പണമെല്ലാം തനിക്ക് ലഭിക്കുമെന്നുള്ളതായിരിക്കുന്ന സാഹചര്യം വന്നിട്ടും അതൊന്നും വേണ്ട എന്ന് വെച്ച് ആ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ നിന്ന അബ്രഹാമിനോടാണ് ദൈവം പിന്നീട് സംസാരിക്കുന്നത്. ആ ദൈവമാണ് പിന്നീട് കാണിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ദൈവം തന്നെ അബ്രഹാമിന് കാണിച്ചു കൊടുക്കുന്നത് ഈ പരീക്ഷ താൻ ജയിച്ചതിന് ശേഷമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഓരോ ടെസ്റ്റുകൾ തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരുന്നുണ്ട്. ആ ടെസ്റ്റുകൾക്കകത്ത് തൻ്റെ നീക്കത്തെ നോക്കി ദൈവം ഓരോന്ന്
തന്നോട് ദൈവം സംസാരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. തേരഹ് മരിച്ചതിന് ശേഷം സംസാരിച്ചു, ലോത്ത് തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം സംസാരിച്ചു. ഇങ്ങനെ ഈ സോദം രാജാവിൻ്റെ മുമ്പിലുണ്ടായ പരീക്ഷ, അതിൽ ജയിച്ചതിന് ശേഷം സംസാരിച്ചു. ഇങ്ങനെ പരീക്ഷകളിൽ ജയിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെ ഒന്നൊന്നായിട്ട് അബ്രഹാം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. കാരണം ദൈവം എപ്പോഴും പരീക്ഷയിൽ ജയിക്കുമ്പോഴാണ് അടുത്ത ലെവലിലേക്ക് നമ്മളെ മുന്നോട്ട് ദൈവം കൊണ്ടുപോകുന്നത്. ഈജിപ്തിൽ നിന്ന് കനാനിലെത്തുവാൻ വേണ്ടിയിട്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന സ്ഥലമായിരുന്നല്ലോ കാനാൻ. ആ കാനാൻ ദേശത്തേക്ക് എത്തുവാനായിട്ട് ഒരു 6 ആഴ്ച മതിയായിരുന്നു. പക്ഷേങ്കിൽ ഈ 46 വർഷം അത് എടുത്തതിൻ്റെ പിന്നിലെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ അവർ ജയിച്ചില്ല. അവർ ഓരോന്നും അവരുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ പെറുപെറുത്ത് വർഷങ്ങൾ അവരെ ആ മരുഭൂമിയിൽ കറങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ പരീക്ഷയിൽ ജയിച്ച് അടുത്ത ലെവല് വേഗത്തിൽ മുന്നോട്ട് കയറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഭാഗത്ത് ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കാരണം അവിടെ ദൈവത്തിൻ്റെ 5-ാമത്തെ അരുളപ്പാടാണ് എന്ന് പറഞ്ഞപ്പോൾ ബാക്കി അരുളപ്പാടുകൾ എവിടേക്കായിരുന്നു എന്നൊന്ന് പറയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ആ ഭാഗങ്ങൾ, നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നും കൂടെ അവിടെ ടച്ച് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ പരിചയമാണ് അതിമഹത്തായിരിക്കുന്ന പ്രതിഫലമാണ്. ഇങ്ങനെ ദൈവം തന്നെ തൻ്റെ പ്രതിഫലമാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം ചോദിക്കുകയാണ്, കർത്താവേ, നീ എനിക്ക് എന്ത് തരും? കാരണം നീ എൻ്റെ പ്രതിഫലമാണെങ്കിൽ നീ എനിക്ക് എന്ത് തരും? ഞാൻ ഇത്രയും നാളായിട്ട് മക്കളില്ലാത്തവനായിട്ട് നടക്കുക. എൻ്റെ അവകാശി ദമ്മശരേഖുകാരനായ എലയാസർ അത്രേ എന്ന് ദൈവത്തോട് പറയുക. അപ്പോൾ അബ്രഹാമിൻ്റെ ചുറ്റും ദൈവം പരിചയമാണ്. പരിച എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, വരുന്നതായിരിക്കുന്ന ശത്രു വന്നു കഴിഞ്ഞാൽ ദൈവം ചുറ്റും പരിചയമാണ്. ദൈവം ആ ഏത് സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ കയറി വരുമ്പോഴും അബ്രഹാമിൻ്റെ ചുറ്റും പരിചയമായി നിൽക്കുന്നത് ദൈവമാണ്. ഇന്ന് നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വവും ഇത് തന്നെയാണ്. കാരണം അബ്രഹാമിൽ കൂടെ നമ്മളെയും ദൈവം അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നു. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലുള്ളതായിരിക്കുന്ന സന്തതി പരമ്പരകളുണ്ട്. യഹൂദന്മാരുണ്ട്, സഭയുണ്ട്. വിശ്വാസത്താൽ കർത്താവിൻ്റെ മക്കളായി തീർന്ന നമ്മളും അത് വചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് അതിനെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അവിടെ ദൈവം പറയുന്നു, അബ്രഹാമിന് ദൈവം പരിചയമാണ്. ദൈവം നമുക്ക് ചുറ്റും പരിചയമാണ്. അപ്പോൾ നമുക്കൊന്നിനെയും ഭയപ്പെടുവാനായിട്ടില്ല. നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടപ്പാൻ ദൈവം നമ്മളെയും സഹായിക്കട്ടെ. എന്നിട്ട് ദൈവം പറയുകയാണ്, അപ്പോൾ എലയാസർ ആയിരിക്കും ഇനി എൻ്റെ ദാസനായിരുന്ന എലയാസറായ എൻ്റെ അവകാശിയെന്ന് അബ്രഹാം പറയുമ്പോൾ അവിടെ ദൈവം പറയുകയാണ്, അബ്രഹാം അങ്ങനെ പറയേണ്ടതായിരിക്കുന്ന കാര്യമില്ല. കാരണം അവിടെ ദൈവം എടുത്ത് പറയുകയാണ്, നീ എന്തിനാ അത് പറഞ്ഞേ എന്ന് ദൈവം ചോദിച്ചില്ല. പക്ഷേ ദൈവം പറയുകയാണ്, അവൻ നിൻ്റെ അവകാശിയാകുകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് ദൈവം പറയുക. അപ്പോൾ ദൈവം എത്ര അധികമായി അബ്രഹാമിനെ സ്നേഹിക്കുന്നു. ആ വാഗ്ദത്തം കൊടുത്ത ദൈവം അത് റിപ്പീറ്റ് ചെയ്ത് ദൈവം വീണ്ടും അവിടെ ഉറപ്പിച്ച് പറയുക. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ ആകാശത്തിലേക്ക് നോക്ക്, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ പറ്റും എങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു. അവന് ഒരിക്കൽ പോലും ഈ ആകാശത്തിൽ എത്ര നക്ഷത്രത്തെ മാക്സിമം എണ്ണുവാനായിട്ട് കഴിയും അല്ലേ? നമ്മുടെ കണ്ണുകളൊക്കെ അത് കുഴയുവാനായിട്ടിടയായിത്തീരും. നമുക്കങ്ങനെ നോക്കിയിരുന്ന് എണ്ണുവാനായിട്ടൊന്നും നമുക്ക് കഴിയത്തില്ല. അത്രത്തോളം കിടക്കുന്നതാണ് അല്ലേ? ആ മണ്ണ് സമുദ്രതീരത്തെ ആ പുഴിയിൽ കിടക്കുന്നതായിരിക്കുന്ന ഒരു പിടി മണ്ണ് പോലും നമുക്ക് എണ്ണുവാൻ കഴിയത്തില്ല. അതിനെ നോക്കിയിട്ട് നിനക്കതിനെ എണ്ണാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എണ്ണാനൊക്കെയാണല്ലോ ദൈവം പറയുന്നത്. അപ്പോൾ ഇതൊന്നും സംബന്ധിച്ച് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് അല്ലേ ദൈവിക വാഗ്ദത്തങ്ങൾ എത്ര ആഴത്തിലിറങ്ങി എന്നുള്ളത് നമുക്ക് പിന്നീടൊക്കെ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണാൻ പറഞ്ഞു ദൈവം. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അബ്രഹാം പറയുകയാണ്, ഇങ്ങനെ ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ നിൻ്റെ ഉദരത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിന്നിൽ നിന്ന് പുറപ്പെടുന്ന വ്യക്തി ആൾ തന്നെയായിരിക്കും നിൻ്റെ അവകാശി എന്ന് ദൈവം പറയുമ്പോൾ ദൈവം ത്തോട് അബ്രഹാം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെ അവകാശമാക്കിക്കൊള്ളും എന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാം അല്ലെ? ഒരു എവിഡൻസ് അബ്രഹാം അവിടെ ചോദിക്കുക. ഗിദെയോൻ ഇങ്ങനെ ഒരു അടയാളം ചോദിച്ചു അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നന്മയ്ക്കായി എനിക്കൊരു അടയാളം നൽകണം. ഇങ്ങനെ പലര് അടയാളം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്.
അത് നമ്മൾ ചോദിക്കുന്നത് ദൈവമേ അതിനൊരു കൺഫർമേഷൻ അല്ലെ എന്തെങ്കിലും ഒരു അടയാളം എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ചില കാര്യങ്ങളിൽ ഉറപ്പിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന കൺഫർമേഷനാണ് അത് എന്നുള്ളത് നമുക്കൊന്നുകൂടെ വാക്കാണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വ്യക്തമായിരിക്കുന്ന ദൈവിക ശബ്ദമാണ്, നമുക്കതിനകത്ത് വളരെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതായിരിക്കുന്ന ആവശ്യവും ഇല്ല എന്നുള്ളത് മറു സൈഡിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും അബ്രഹാം ഇവിടെ ചോദിക്കുകയാണ്, ഞാനതിനെ അവകാശമാക്കുമെന്ന് എന്തൊന്നിനാലും എനിക്കറിയാം അല്ലേ. ആ ആൻസർ അതിന് അബ്രഹാമിൻ്റെ ചോദ്യം അവിടെ നിൽക്കട്ടെ. ആ ചോദ്യത്തിന് ദൈവമേ അങ്ങ് എനിക്ക് പ്രോമിസ് ചെയ്തു, ഈ പ്രോമിസ് നടക്കും എന്നുള്ളതിന് ഞാൻ എങ്ങനെ അറിയും അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രോമിസ് കിട്ടിയിട്ട് ഇതുവരെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഇത് ദൈവമേ ഇത് ദൈവം തന്നെയാണോ തന്നത്, ഇത് അങ്ങ് തന്നെയാണോ തന്നത് എന്നെങ്ങനെ എനിക്ക് അറിയുവാനായിട്ട് കഴിയും. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരാം. പക്ഷെ ഇങ്ങനെയുള്ള ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്, അതിന് ഉത്തരം കിട്ടണമെങ്കിൽ അബ്രഹാം ചിലത് ചെയ്യണം. എന്താണ് അബ്രഹാം ചെയ്യേണ്ടത്? അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഒരു പശുക്കിടാവ് വേണം, കോലാട് വേണം, ആട്ടുകൊറ്റൻ വേണം, കുറുപ്രാവ് വേണം, ഒരു പ്രാവിൻ കുഞ്ഞ് വേണം. ഇങ്ങനെ 5 കൂട്ടം കാര്യങ്ങൾ കൊണ്ടുവന്ന് നീ എന്ത് ചെയ്യണം, അവിടെ പിളർന്ന് വെക്കണം അല്ലേ. അവിടെ യാഗമായിട്ടത് അവിടെ പിളരുവാനായിട്ട് ഇടയായിത്തീരണം. ഇങ്ങനെ പിളർന്ന് വെക്കുമ്പോഴാണ് അതിനകത്ത് ദൈവം അവിടെ ഇറങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്നത് അല്ലേ. നമുക്ക് ആ ഭാഗം താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പിളർന്ന് വെക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് ഈ യാഗം എന്താണ് നമ്മൾ പിളർന്ന് ദൈവസന്നിധിയിൽ വെക്കേണ്ടത് അല്ലേ, നമ്മളോട് ചോദിക്കേണ്ടതായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി തിരുമുമ്പിൽ കൊണ്ടുപോയി വെക്കണം. തിരുമുമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അത് പിളർത്തി വെച്ചാൽ ഇല്ലേ, ഞാനെന്നുള്ളതായിരിക്കുന്ന എൻ്റെ മനസ്സിനെ ഒന്ന് പിളർത്തിക്കൊണ്ടൊന്ന് തിരുസന്നിധിയിൽ ഞാനൊന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തെ, എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട് കാണുന്ന തമ്പുരാൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ ഒന്ന് പിളർത്തി വെച്ചാൽ അല്ലേ, അത് എന്തായിരിക്കും അവിടെ സംഭവിക്കുവാനായിട്ട് പോകുന്നത് അല്ലേ. നമ്മളെ തന്നെ യാഗമർപ്പിക്കുമ്പോൾ, നമ്മൾ തന്നെ ഒരു സമർപ്പണ തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ലക്ഷ്യമിട്ട് നോക്കി അവിടെ ഇരിക്കുന്നതായിരിക്കുന്ന ചില റാഞ്ചൻ പക്ഷികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അബ്രഹാം യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെയെല്ലാം പിളർത്തി അവിടെ വെച്ചതായിരിക്കുന്ന സമയത്ത് റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി എന്ന് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ ആ മറ്റുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് ഒന്നും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം റാഞ്ചൻ പക്ഷികളെക്കുറിച്ചൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ഞാനതിനെക്കുറിച്ച് ഒന്നും വ്യാഖ്യാനിക്കുന്നില്ല. യാഗം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ തന്നെയാണ് യാഗവസ്തു എന്ന് പറയുന്നത്. നമ്മളെ തന്നെ, ഞാനത് മാത്രമേ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ, നമ്മളെ തന്നെ തിരുസന്നിധിയിൽ ഒന്ന് പിളർത്തി വെച്ചാൽ ഹല്ലേലൂയ സമർപ്പിച്ച് കഴിയാൻ നമ്മൾ തീരുമാനിച്ച് കഴിയുമ്പോൾ തന്നെ അപ്പോൾ ആര് വരും? റാഞ്ചൻ പക്ഷി വരും. ആ സമർപ്പണത്തെ അത് തെറ്റിച്ച് കളയുവാൻ അല്ലെങ്കിൽ അതിനെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകുവാൻ, നമ്മുടെ ജീവിതത്തിലെ നന്മകളെ അത് തുരത്തിക്കളഞ്ഞ് അതിനെ എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ച് കളയുവാനായിട്ട് വരുന്ന റാഞ്ചൻ പക്ഷികളെ അബ്രഹാം അവിടെ ആട്ടിക്കളഞ്ഞെന്ന് വചനം പറയുന്നു. ഇന്ന് നമ്മുടെ മുമ്പിലും വരുന്നതായിരിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ആട്ടിക്കളയണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രിയമുള്ളവർ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഈ പിശാചിൻ്റെ തന്ത്രങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അബ്രഹാം ആട്ടിക്കളഞ്ഞ സമയത്ത് അടുത്ത ലെവൽ എന്താ സംഭവിക്കുന്നത് അല്ലേ. അടുത്ത ലെവല് പെട്ടെന്ന് വലിയ അത്ഭുതമൊന്നും അല്ല. അവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അടുത്ത് നടക്കുന്നത് ഒരു ഗാഢ നിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു അല്ലേ. അതൊരു നിസ്സാര കാര്യമാണോ? അബ്രഹാം ആട്ടിക്കളഞ്ഞു, കാര്യം ശരിയാണ്, റാഞ്ചൻ പക്ഷിയൊക്കെ വരാൻ തുടങ്ങി ആട്ടിക്കളഞ്ഞു. പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ഗാഢ നിദ്രയും ഭീതിയും അന്ധതമസ്സും എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലാത്തതായിരിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലും വരുന്നതായിരിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്, ചില പ്രതികൂലങ്ങൾ മുമ്പിലുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിലൊക്കെ ഫേമായി നിൽക്കുവാൻ ദൈവകൃപ ദൈവം നമുക്ക് നൽകും. കാരണം ഇവിടെ ഗാഢനിദ്ര വന്നാലും ഭീതിയും അന്ധതമസ്സും എല്ലാം വന്നാലും അടുത്ത ലെവലിലേക്ക് നോക്കിക്കുകയും ഒന്നും പേടിക്കേണ്ടതായിരിക്കുന്ന കാര്യമില്ല. അത് കഴിയുമ്പോൾ ദൈവം അവിടെ സംസാരിക്കുവാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ദൈവം സംസാരിക്കുവാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പിൽ ഒരു യാഗം
കഴിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ടായിരുന്നു. അതിന് മുന്നിലേക്ക് നോക്കി അബ്രഹാമിന് ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഒരു യാഗം വേണം. ആ യാഗം അവിടെ അത് പിളർന്ന് വെക്കേണ്ടത് അതവിടെ അങ്ങനെ വെക്കണം. രാജൻ പക്ഷി വന്നാൽ അതിനെ ആട്ടിക്കളയണം. അത് കഴിയുമ്പോൾ ഗാഠനിദ്ര വരും, ഭീതി വരും, അസ്വസ്ഥതകൾ വരും, അന്ധതമസ് വരും. പക്ഷേ അതിൻ്റെ നടുവിലും ആരിറങ്ങും? അവിടെ നടുവിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് അബ്രഹാമിന് കഴിഞ്ഞു. അവിടെ ഇനി വരുവാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് പറയുക. അബ്രഹാമിൻ്റെ സന്തതികൾ ഇനി ഒരു 400 വർഷം അങ്ങനെ പ്രവാസികളായിട്ടിരിക്കും, ആ ദേശക്കാരെ സേവിക്കും എന്നുള്ളതായിരിക്കുന്ന മുന്നോട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും, വാർദ്ധക്യത്തിൽ നീ അടക്കപ്പെടും, പിന്നെ അതുപോലെ തന്നെ അനേകം ജാതീയമായിരിക്കുന്ന ആളുകളുള്ളതായിരിക്കുന്ന സ്ഥലം നിൻ്റെ തലമുറയ്ക്ക് ഞാൻ കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് വളരെ വലിയൊരു ബ്ലെസ്സിങ്സ് കൊടുത്തിട്ടാണ് ദൈവം അബ്രഹാമിനെ അവിടെ അനുഗ്രഹിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഒരു സമർപ്പണത്തോടെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കേട്ട വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഈ വചനങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.